പ്രായമായവരിലെ പ്രമേഹവും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ റിയാസ് RS ആണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഈ അനിയന്ത്രിതമായ പ്രമേഹത്തിന്റെ സാധാരണയായി കണ്ടുവരുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണ്? അതേക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് സങ്കീർണതകൾ നമ്മൾ മെയിൻലി രണ്ട് തരത്തിലാണ് നമ്മളതിനെ പറയുന്നത്. ഒന്ന് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, അതായത് ചെറിയ രക്തക്കുഴലുകൾ കൂടുതലായിട്ടുള്ള അവയവങ്ങളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സങ്കീർണതകൾ. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ അല്ലെങ്കിൽ ലാർജ്, കുറച്ച് വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന സങ്കീർണതകൾ. അപ്പോൾ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന മെയിനായിട്ടുള്ള 3 പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെ റെറ്റിന എന്ന് പറയുന്ന ഒരു പാർട്ടിനെ ബാധിക്കും. നമ്മൾ റെറ്റിനോപ്പതി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ഥിരമായി അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഈ ഷുഗറുള്ള ആൾക്കാരെ കണ്ണ് പരിശോധിക്കുകയും അത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വേറൊരു മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷനാണ് നമ്മളെ കിഡ്നിയെ, വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖം. അത് നമ്മൾ നെഫ്രോപ്പതി എന്നാണ് അത് പറയുന്നത്. അത് നമ്മൾ സിമ്പിളായിട്ടുള്ള 2 പരിശോധനകൾ, ഒരു ബ്ലഡ് ടെസ്റ്റും ഒരു യൂറിൻ പരിശോധനകളും കൊണ്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷനാണ് കാലിലെ അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിക്കുന്നത്. അപ്പോൾ അതിൽ കാലിൽ പെരിപ്പ്, മരവിപ്പ് അങ്ങനെ വരാം. ചിലപ്പോൾ ഇതൊന്നും ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും അത് വരാം. അതുപോലെ തന്നെ നമ്മൾ മേജർ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള അതാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അല്ലെങ്കിൽ കാലിലെ ഞരമ്പുകളിലോട്ടുള്ള രക്തക്കുഴലുകളെ ബാധിക്കുകയും കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയൊക്കെ വരുന്നത്. ഇതാണ് മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ബട്ട് ഈ പ്രമേഹ രോഗം ഏത് അവയവങ്ങളെ വേണമെങ്കിലും ബാധിക്കാം. വേറെ നമുക്ക് പറയുന്നത് പോലെ മുടി മുതൽ നഖം വരെയുള്ള ഏത് അവയവത്തിനെ വേണമെങ്കിലും ബാധിക്കാം. തീർച്ചയായും. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, അതേപോലെ തന്നെ റെറ്റിനോപ്പതി, ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? റെറ്റിനോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ രക്തക്കുഴലുകളുള്ള കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ഭാഗമാണ് ഈ റെറ്റിന. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ രോഗികൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതിനാണ് നമ്മളിത് സ്ക്രീനിങ് ചെയ്യണമെന്ന് പറയുന്നത്. ടൈപ്പ് 2, നമ്മൾ ഡയബറ്റീസ് മെയിനിൽ നമ്മൾ സംസാരിക്കുന്നത് ടൈപ്പ് 2നെ പറ്റിയാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഇതിൽ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ ആയതുകൊണ്ട് നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഈ കണ്ണ് പരിശോധന അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മളെ കണ്ണ് ഡോക്ടറായിട്ട് കാണിക്കുകയും നമ്മൾ ഈ റെറ്റിന ഒരു കണ്ണിൽ ഒരു മരുന്ന് വെച്ച് ഈ വികസിപ്പിച്ചതിന് ശേഷം റെറ്റിനയിലോട്ട് ഉള്ള രക്തക്കുഴലുകളുടെ അവസ്ഥ പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ഈ കണ്ണ് പരിശോധിക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് കണ്ണ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ എപ്പോഴും അവരെ പവർ അല്ലെങ്കിൽ നമ്മൾ റിഫ്രാക്ടറി എറർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ മാത്രമേ അവർ അഡ്രസ്സ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരോടും വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുകയും അത് പരിശോധിച്ച് അത് നോർമലാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കോംപ്ലിക്കേഷൻസ് കിഡ്നി. ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ കണ്ണിനായാലും കിഡ്നിയുടെ ആയാലും നെർവിനായാലും നമ്മൾ ഈ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഷുഗറോ, അതായത് കുറേ വർഷമായിട്ട് ഈ ഷുഗറിൻ്റെ അസുഖം ഉള്ളവർക്കാണ് വരാൻ കൂടുതൽ സാധ്യത. എന്നിരുന്നാലും എല്ലാവരും എല്ലാ വർഷവും ഇത് പരിശോധിക്കേണ്ടതാണ്. ഈ നെഫ്രോപ്പതി നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു യൂറിൻ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ബ്ലഡിലെ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, സീറം ക്രിയാറ്റിനിൻ ചെയ്യുകയും അല്ലെങ്കിൽ യൂറിനിലെ പ്രോട്ടീൻ്റെ അളവ്, അതായത് യൂറിനിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടോ എന്ന് ഈ 2 ടെസ്റ്റുകളിൽ കൂടി നമുക്കത് മനസ്സിലാക്കുന്നതാണ്. ഇതും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ടെസ്റ്റാണ് കാലിലെ ഞരമ്പുകളുടെ ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ന്യൂറോപ്പതി ഉണ്ടോ എന്നുള്ള ടെസ്റ്റ്. ഇത് പലപ്പോഴും പലയിടത്തും ചെയ്യാറില്ല, കാര്യം ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ്. ഇതും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് ഇത് നോർമലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ. ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഷാജു വർഗീസ് മാളയിൽ നിന്ന്. ഷാജു, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഞാൻ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. പറഞ്ഞോളൂ. ഷുഗർ കൺട്രോൾ ആണ്. ഞാൻ ഇപ്പൊ എനിക്ക് ഡോക്ടർ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കുളിയും ഒരു ചെറിയ കുളിയും. വലിയ കുളിയെ രാവിലെ വരണം, ചെറിയ കുളി രാവിലെ വൈകിട്ട് ഓരോന്ന്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാതെ ടെസ്റ്റ് ചെയ്തപ്പോൾ 70/110 കാണുന്നു. 70/110 ഭക്ഷണം കഴിക്കാതെ അത് രാവിലെ നോക്കുമ്പോ, ആ ഭക്ഷണം കഴിച്ചത് നോക്കുമ്പോ 140-160 വരുന്നു. വയസ്സ് 59. എത്ര നാളായിട്ടുണ്ട് ഈ ഷുഗറിന്റെ അസുഖം? ഒരു 2 വർഷം മുമ്പ് ചുമ വന്നിരുന്നു. അപ്പൊ ചുമയ്ക്ക് മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഷുഗർ കണ്ടത്.
ഈ പറഞ്ഞ വാല്യൂസ് ആഹാരത്തിന് മുന്നേയുള്ള 70 അത് വലിയ കുഴപ്പമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇത് ഏകദേശം ഈ വാല്യൂ തന്നെയാണ് നമുക്ക് വേണ്ടത്. ആഹാരത്തിന് ശേഷവും അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് പക്ഷേ വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്, അതായത് HbA1c, അതായത് ഒരു കഴിഞ്ഞ 3 മാസത്തിലെ ആവറേജ് ഗ്ലൂക്കോസ് എത്രയാണ് എന്നറിയുന്നൊരു ടെസ്റ്റ്. ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഇനി ഫർദർ എന്തെങ്കിലും മരുന്ന് കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാൻ ചെയ്യേണ്ടത്. ആ ടെസ്റ്റ് എങ്ങാനും ചെയ്തതിൻ്റെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് അറിയാമോ? തിങ്കളാഴ്ച ടെസ്റ്റ് എടുത്ത് ആ റിസൾട്ട് ഞാൻ പറഞ്ഞത്. ശരി, അപ്പോൾ അതിപ്പോൾ തൽക്കാലം ഈ മരുന്നിനെ കണ്ടിന്യൂ ചെയ്യാം. ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് അതിപ്പോൾ കൺട്രോൾഡ് ആണ് എങ്കിൽ നമുക്ക് മരുന്ന് കുറയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ വാല്യൂസ് ഇതിപ്പോൾ ഏത് നമ്പറിന് മുകളിൽ പോയാലാണ് പ്രമേഹ രോഗികൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളത്? ഇത് കൺട്രോളിലല്ല എന്ന് നമ്മൾ കരുതേണ്ടത്? അതെ, ഷുഗറിന് ചികിത്സ എടുക്കുന്ന എന്ത് ചികിത്സയാണെങ്കിലും മറ്റേ ടാർഗറ്റ് നമ്മൾ പറയാറുണ്ട്. അതായത് ഇപ്പം ആഹാരത്തിന് മുന്നേ ആണെങ്കിൽ അതൊരു 80-നും 130-നും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി ആഹാരം കഴിച്ചതിന് ശേഷമാണെങ്കിൽ അതൊരു 180-ന് താഴെ, ഒരു 130-നും 180-നും ഇടയിൽ നിൽക്കുന്നതാണ് അഭികാമ്യം. ഇനി നമ്മൾ മൂന്നാമതൊരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് HbA1c എന്ന് പറയുന്നത്. നമ്മളൊരു 3 മാസത്തെ ഷുഗറിൻ്റെ ഒരു ആവറേജ് കണക്കാക്കുന്ന ഒരു ടെസ്റ്റാണ്. അതൊരു 7-ന് താഴെ എങ്കിലും നിൽക്കണമെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. പക്ഷേ ഈ പ്രായമായവരിൽ അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഷുഗർ തീരെ കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു 130-ന് പകരം അവർക്കൊരു ഫാസ്റ്റിംഗ് ഒരു 150-ലെത്തിയാലും അല്ലെങ്കിൽ 50 താഴെയോ, അല്ലെങ്കിൽ ഈ ആഹാരത്തിന് ശേഷമുള്ള 200 താഴെ നിലനിർത്തിയാലും മതി. HbA1c ആണെങ്കിൽ ഒരു 8-നും 8.5 ഇടയിൽ നിർത്തിയാലും മതി. അത് ഓരോ രോഗിക്കും വ്യത്യസ്തമായിട്ടിരിക്കും. നമ്മൾ ഓരോ രോഗിയുടെയും അവസ്ഥകൾ അനുസരിച്ചിട്ടാണ് ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. ജനറലായിട്ട് പറയുന്നതാണ് ഈ ഫാസ്റ്റിംഗ് ഒരു 80-നും 130-നും ഇടയിലും ആഹാരം കഴിച്ചതിന് ശേഷം ഒരു 130-നും 180-നും ഇടയിലും നമുക്ക് നിലനിർത്താനായാൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഡോക്ടർ, പല ആളുകളിലും നമ്മൾ കാണാറുണ്ട് ഈ 400-ന് മുകളിലേക്കൊക്കെ കൺസിസ്റ്റൻ്റായി ഈ ഒരു വാല്യൂ നിൽക്കുന്നത്. ഇത് എത്രത്തോളം അപകടകരമാണ്? ഇത് വളരെ അപകടം കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് 400-ൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പലർക്കും ഈ മരുന്ന് മാത്രം എടുക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ലക്ഷണങ്ങൾ ഒരു കോംപ്ലിക്കേഷൻ്റെ രൂപത്തിലായിരിക്കാം വരുന്നത്. അതായത് ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ അങ്ങനെ ആകുമ്പോഴേ ചിലപ്പോൾ പലർക്കും കണ്ടുപിടിക്കാറുള്ളൂ. പലരും ഇത് ടെസ്റ്റ് ചെയ്യാൻ തന്നെ നിൽക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ളവർ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനുള്ള മരുന്നുകളിൽ വ്യത്യാസം വരുത്തുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ പോലെയുള്ള എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, തിരുവല്ലയിൽ നിന്ന് അജി. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം അജി. എനിക്ക് ഷുഗർ ഒരു 225 ഉണ്ട്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് 225, എനിക്ക് 50 വയസ്സുണ്ട്. എനിക്ക് വേറൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെങ്കിൽ എനിക്കൊരു സംശയമാണ്, നിങ്ങളത് ദൂരീകരിച്ച് തരുവാണെങ്കിൽ തരിക. എന്റെ ജനനേന്ദ്രിയത്തിലാണെങ്കിൽ ഞാൻ മൂത്രം ഒഴിക്കുമ്പം ഒരു ഫംഗസ് പോലെ വെളുത്ത ഇതുപോലെ വരുന്നുണ്ട്. വേറെ ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. അതെന്തുകൊണ്ടാണ്? ഒരു മരുന്നും കഴിക്കാറില്ല. ഓക്കെ, ഈ ഷുഗർ 225 കൂടുതലാണ്. ഈ ഷുഗർ കൂടുതലുള്ളവർക്ക് ഷുഗർ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്, അതായത് യൂറിനിൽ കൂടെ പുറത്ത് പോകാറുണ്ട്. ഇങ്ങനെ ഷുഗറിൽ നമ്മൾ കൺട്രോൾ ആകാത്തവർക്ക് കാണുന്ന ചിലപ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് ഇതേപോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ ഷുഗർ എന്തായാലും ചികിത്സിക്കേണ്ടതാണ്. ഇതിന് ഡോക്ടറെ കണ്ട് ഇതിൻ്റെ ചികിത്സ എടുക്കണം. ഇതിനകത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അസുഖം മാറുന്നതായിരിക്കും. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ഷുഗർ കൂടി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും ഇൻസുലിൻ എടുത്താലും ആഹാരം കൺട്രോൾ ചെയ്താലും ഒക്കെ കുറയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ചിലരിലെങ്കിലും കാണാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? പിന്നീട് ഇവരുടെ ഈ വാല്യൂ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? ഷുഗർ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ കുറയുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ഷുഗർ ഈ ചികിത്സ എടുത്തിട്ടും ഷുഗർ കൺട്രോൾ ആകുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചില അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് മിക്കവാറും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങളിലോ അല്ലെങ്കിൽ വ്യായാമത്തിലോ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായിരിക്കും നമ്പർ 1. അല്ലെങ്കിൽ നമ്മളിപ്പം കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടാവില്ല, കറക്റ്റ് സമയത്തിനോ അല്ലെങ്കിൽ കറക്റ്റ് ഡോസിനോ എടുക്കുന്നുണ്ടാവില്ല. ഇൻസുലിൻ ആണെങ്കിൽ അത് ചിലപ്പം എടുക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ തെറ്റായ രീതിയിലായിരിക്കാം എടുക്കുന്നത്. ഇതൊക്കെ കാരണമാണ് മിക്കപ്പോഴും നമ്മൾ ഷുഗർ അല്ലെങ്കിൽ കൺട്രോൾ കിട്ടാത്തത്. ഇത് എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് പരിഹരിച്ചാൽ ഈ ഷുഗർ കൺട്രോളിൽ എത്തിക്കാൻ പറ്റും. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, ബാംഗ്ലൂരിൽ നിന്ന് തോമസ്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ആക്ച്വലി 10 വർഷമായിട്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഓക്കെ, പക്ഷേ കൺട്രോളിലാണ്. മീൻസ് ഏതാണ്ട് ഒരു
ഫാസ്റ്റിംഗ് 118, BP വന്നിട്ട് ഒരു 180 ആ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിക്കുന്ന മെഡിസിനും കൊണ്ട് ഈ കിഡ്നിയെ വല്ലതും ഇത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം ഇപ്പോ ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 1.3 നിൽക്കുന്നത്. അപ്പൊ അത് ഈ മെഡിസിൻ കഴിക്കുന്നതിന്റെ എഫക്ട് കൊണ്ട്, അങ്ങനെ ഡയബറ്റിക് കൊണ്ട് ഈ ക്രിയാറ്റിനെ ആ ലെവല് കൂടാനുള്ള, അതായത് ഈ കിഡ്നിയെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് കിഡ്നിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ല, അത് തെറ്റാണ്. പക്ഷേ നമ്മുടെ ഈ അസുഖം, ഈ പറയുന്ന ഡയബറ്റീസ്, അത് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാളായിട്ടുള്ള അസുഖം, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഡ്യൂറേഷൻ കൂടുതലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി കിഡ്നിക്ക് അസുഖമുള്ള ഒരു അച്ഛനോ അമ്മയോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കിഡ്നിക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. മരുന്ന് നമ്മൾ കഴിക്കുന്ന മരുന്ന് കൊണ്ട് ഒരിക്കലും കിഡ്നിക്ക് അസുഖം വരില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഷുഗറുള്ള അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു രോഗിക്ക് കിഡ്നിക്ക് അസുഖം വരികയാണ് എങ്കിൽ നമ്മൾ മരുന്നുകളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തും, അല്ലെങ്കിൽ ചില മരുന്നുകൾ നമ്മൾ ഒഴിവാക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കഴിക്കുന്ന മരുന്ന് കൊണ്ട് കിഡ്നിക്കോ ഹാർട്ടിനോ യാതൊരു ദോഷവും ഇല്ല. പിന്നെ ഇപ്പോൾ പുതിയ ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെ പ്രവർത്തനത്തിന് വളരെ ഗുണമേകുന്ന മരുന്നുകളാണ്. ശരി, നന്ദി തോമസ്. ഡോക്ടർ, ഈ പ്രമേഹം നിയന്ത്രിക്കാൻ ജീവിതശൈലിയിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാകും? ഏത് പ്രമേഹമാണ് എങ്കിലും നമ്മൾ ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ പറയുകയാണെങ്കിൽ ആഹാരക്രമം, നമ്മളൊരു സമീകൃത ആഹാരം, ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ അളവ് നമ്മൾ ഒരുപാട് കൂടുതലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിന് ഒരു കാരണം അമിതവണ്ണമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ അമിതവണ്ണം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫുഡുകളിലുള്ള ഹാബിറ്റ്സിലെല്ലാം വ്യത്യാസമാണ്. എല്ലാവരും പെട്ടെന്ന് കിട്ടുന്ന ഫുഡ്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഫാസ്റ്റ് ഫുഡ്സ് പോലെയുള്ള കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ല ഫുഡുകൾ, മെയിൻലി നമ്മൾ ഓൾ ഗ്രെയിൻസ് എന്ന് പറയുന്നത്, അതായത് തവിടോട് കൂടിയ ഭക്ഷണങ്ങളോ ഈ ധാന്യങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതാണ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. നമ്മൾ എല്ലാവരും ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് അല്ലെങ്കിൽ ദിവസം ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഷുഗറിൻ്റെ ഏകദേശം നല്ല കൺട്രോളിലോട്ട് എത്തിക്കാൻ പറ്റും. ചിലപ്പം ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ മരുന്ന് ഇല്ലാതെ തന്നെ കുറേ വർഷങ്ങൾ ചിലപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റിയിരിക്കും. തീർച്ചയായും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകരോട് നമുക്കൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ജയ. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ജയ, ടിവിയുടെ വോളിയം കുറച്ചു വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. ഡോക്ടർ, എനിക്ക് ഷുഗർ ഇപ്പം 2-2.5 വർഷമായി തുടങ്ങിയിട്ടെ. അപ്പൊ പറഞ്ഞോ. എനിക്ക് 2-2.5 വർഷമായി പിന്നെ ഈ ഷുഗർ തുടങ്ങിയിട്ടെ. അപ്പം ആഹാരത്തിന് മുൻപ് നോക്കുമ്പം 118, 119 അങ്ങനെ നിൽക്കുകയാണ്. ആഹാരത്തിന് ശേഷം 2 മാസത്തിന് മുമ്പ് നോക്കിയപ്പോൾ 110, കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ 116 അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഗുളിക കഴിക്കുന്നുണ്ട്. രാവിലെ മെറ്റ്ഫോമിൻ 500ഉം വൈകിട്ട് മെറ്റ്ഫോമിൻ 500ഉം അങ്ങനെ കഴിക്കുന്നുണ്ട്. രാവിലെ പിന്നെ ഗ്ലൈമി ഉണ്ടായിരുന്നു 1 mg, അത് ഡോക്ടർ പറഞ്ഞായിരുന്നു, അതങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ കുറവുള്ളതും കൊണ്ട് അപ്പൊ ഈ ഗുളിക നിർത്താൻ പറ്റുമോ, അതോ തുടരെ ഇങ്ങനെ കണ്ടിന്യൂ കഴിക്കണോ? 2 കൊല്ലം ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു HbA1c ടെസ്റ്റ്. അതും നമുക്കിപ്പോൾ 6.5 താഴെയാണ് എങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഡോസ് കുറച്ച്, ആദ്യം ഒറ്റയടിക്ക് നിർത്തുന്നതിനെക്കാട്ടിലും ഡോസ് ഒന്ന് കുറച്ച്, ഇപ്പോൾ 2 നേരം കഴിക്കുന്ന ഗുളിക 1 നേരം മാത്രം കഴിച്ച് നോക്കുകയും പിന്നെ ഒരു 3 മാസം കൂടെ വെയിറ്റ് ചെയ്ത് ഈ ടെസ്റ്റ് ചെയ്ത് അത് കൺട്രോളിലാണ് എങ്കിൽ നമുക്ക് മരുന്ന് നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. HbA1c നോക്കുന്നുണ്ട്. അതപ്പോ അതിലെ നോർമലാ, കുഴപ്പം എത്രയുണ്ടെന്ന് പറയാമോ? അതിപ്പോ ഞാൻ നോക്കിയിട്ട് 3 മാസത്തിന് മുൻപായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ പരിശോധന ചെയ്തിട്ട് ആ ഡോക്ടറെ തന്നെ പോയി കണ്ട് ഈ ഒരു കാര്യം സൂചിപ്പിക്കുക. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ജയയാണ് വിളിച്ചത്. കൂടുതൽ ചോദ്യങ്ങളിലേക്കും സംശയങ്ങളിലേക്കും ഒക്കെ തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമേഹ രോഗികളിലെ സങ്കീർണതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കിംസ് ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ റിയാസ് RS നമുക്കൊപ്പം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഒപ്പമുണ്ട്.
ഡോക്ടർ, ഈ ജീവിതശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് ഏത് പ്രായം മുതലാണ് ഈ ഒരു ശ്രദ്ധ തുടങ്ങേണ്ടത് എന്നുള്ളത് പലരുമുള്ള സംശയമാണ്. ഞാനൊരു 30 വയസ്സിന് ശേഷം ഇനി എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ആഹാരത്തിൽ കൺട്രോൾ ചെയ്ത് തുടങ്ങിയാൽ മതി എന്നൊക്കെയാണ് പലരും കരുതുന്നത്. ആ ഒരു രീതി ശരിയാണോ? എത്രയും നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 15 അല്ലെങ്കിൽ 12-15 വയസ്സുള്ള കുട്ടികൾ തന്നെ നോക്കുകയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന അവസ്ഥ കാണുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകളുടെ ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ കുട്ടികൾ കളിക്കുകയോ അല്ല അങ്ങനെ ഒരു ഇല്ല. ഇപ്പോൾ എല്ലാവരും വീട്ടിനകത്തിരുന്ന് ഗെയിം കളിക്കുകയോ അങ്ങനെയൊക്കെയാണ് ഇപ്പം സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് അപ്പം എത്രയും നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുക, എന്തെങ്കിലും. തീർച്ചയായും ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രകാശ്, ദുബായിൽ നിന്ന്. പ്രകാശ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാനൊരു 2 വീക്സ് ബാക്ക് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 293 ഉണ്ടായിരുന്നു. ഓക്കെ. സോ ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുന്നത്. സോ ദെൻ ആഫ്റ്റർ 3 ഡേയ്സ് ഞാൻ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്തൊന്ന് ദെൻ അഗൈൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 256 വന്നിട്ടുണ്ടായിരുന്നു, സോറി 156 വന്നിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഫുഡ്. ഓക്കെ. ദെൻ സോറി ബിഫോർ ഫുഡ് 153. ആഫ്റ്റർ ഫുഡ് ചെക്ക് ചെയ്തപ്പോൾ 235 ഉണ്ടായിരുന്നു. ജസ്റ്റ് എസ്റ്റർഡേ, ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ. ഓക്കെ. സോ ഇതുവരെ ടാബ്ലറ്റ്സും അങ്ങനെ മെഡിസിൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ വാല്യൂസ് നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. പിന്നെ നമ്മൾ ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ഡയറ്റും എക്സസൈസും മാത്രം നമ്മൾ തുടങ്ങിയിട്ട്. ഇനി അതെന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം നമ്മളിത് എത്രമാത്രം കൂടുതലാണ്, ഇതിൻ്റെ സിവിയറിറ്റി എത്രയാണ് എന്നറിയാനായിട്ട് ഒരു HbA1c പരിശോധന കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കുറച്ച് കൂടുതലാണ് എങ്കിൽ, ഇപ്പോൾ 7 മേലെയൊക്കെയാണ് എങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു മരുന്നിൻ്റെ സഹായം വേണ്ടി വരും. അത് എടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം അത് കുറഞ്ഞു വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഡയറ്റും എക്സസൈസും വെച്ച് മാത്രം തന്നെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, പല ആളുകളിലും ഇപ്പോൾ ഈ ഗർഭകാലങ്ങളിൽ പ്രമേഹം കണ്ടുവരാറുണ്ട്. ഇത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്? ഇപ്പോൾ ഈ ഗർഭിണികളിലെ ഷുഗർ വളരെ കോമൺ ആണ്. ഒരുപാട് പേർക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് ഇപ്പോൾ മിക്കവാറും ഇതൊരു ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നിറയെ തടിയുള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ആർക്കെങ്കിലും അമ്മയ്ക്കും അച്ഛനും ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഈ പല പ്രശ്നങ്ങളും ഗർഭിണിയാകുന്ന സമയത്ത് ഗർഭിണിക്കും വയറ്റിലുള്ള കുട്ടിക്കും അല്ലെങ്കിൽ ജനിച്ച കുട്ടിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ള ഒരു ഇതാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗർഭിണികളുടെ ഷുഗർ എന്ന് പറയും. ഇത് നമ്മൾ പക്ഷേ ഇപ്പോൾ എല്ലാ ഗർഭിണികളെയും നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഷുഗർ ഉണ്ടോ എന്ന് കണ്ട് പരിശോധിക്കുകയും അതിനുള്ള ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നതായിട്ടുമുണ്ട്. ശരി ഡോക്ടർ, ഈ ഭക്ഷണത്തിലെ അപാകത കൊണ്ട് മാത്രം നമുക്ക് പ്രമേഹം വരുമോ? വരാം. കാര്യം ഈ ഭക്ഷണത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡയബറ്റീസ് നോക്കുന്ന മിക്ക ആൾക്കാർക്കും നമുക്ക് അമിതവണ്ണം കാണാറുണ്ട്. അമിതവണ്ണം അത് മിക്കപ്പോഴും നമ്മൾ ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഈ ഭക്ഷണവും, ഈ 2 കാരണങ്ങളാണ് മേജറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണ ക്രമീകരണത്തിൽ ഈ നമ്മൾ നിയന്ത്രിക്കുന്നത് അതിപ്പം തടി കൂടി പോവുകയാണ്. ഇപ്പം 60 എന്നുള്ളതായി അത് കൂടി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് ഒരു കൺട്രോളും ചെയ്യുന്നില്ല എങ്കിൽ അത് വളരെ ഒരു മേജർ ഫാക്ടറാണ് ഡയബറ്റീസ് ഉണ്ടാക്കാനായിട്ടുള്ളത്. തീർച്ചയായും. ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, കായംകുളത്ത് നിന്ന് രാജൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഹലോ കേൾക്കുന്നുണ്ട് രാജൻ, പറഞ്ഞോളൂ. ഞാൻ കായംകുളത്ത് നിന്ന് സംസാരിക്കുന്നു. എനിക്ക് 62 വയസ്സ്. എനിക്ക് ബ്രോങ്കൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ ബ്രോങ്കൈറ്റിസിൽ എനിക്ക് CLD ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ഷുഗറിന് മരുന്ന് ഏതാണ്ട് 6 വർഷത്തോളമായി ഞാൻ കഴിക്കുന്നുണ്ട്. രാവിലെ മാത്രം ഗ്ലൈമിപ്രൈഡ് 2 mg കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ആന്റിബയോട്ടിക് ചെയ്തതിന് ശേഷം എനിക്ക് ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ 252, ആഹാരത്തിന് മുമ്പ് രാവിലെ ഫാസ്റ്റിങ്ങിൽ 110 താഴെ ഉള്ളൂ. ഇപ്പോഴും കഴിഞ്ഞ മാസം 19 HbA1c നോക്കിയപ്പോൾ അതിൽ 6.3 ആണുള്ളത്. ഫാസ്റ്റിങ്ങിൽ 110 ഉള്ളൂ.
ഈ മാസം ആദ്യം ഞാൻ വീട്ടിൽ തന്നെ ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ അതിൽ 84 ഉള്ളൂ ഫാസ്റ്റിങ്ങിൽ. അപ്പോൾ ഈ ഗുളിക ഇനി ലീമിപ്രൈഡ് 2 എന്നുള്ളത് കുറയ്ക്കേണ്ടി വരുമോ? കാരണം എനിക്ക് ഒരു 12 മണിയൊക്കെ ആവുമ്പോൾ ചെറിയൊരു വിറയല് മാതിരി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ആഹാരം കഴിക്കുമ്പോൾ അതൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. ശരി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫാസ്റ്റിംഗ് ആണ് കുറച്ച് കുറവുള്ളത്. പക്ഷേ നമ്മുടെ ആഹാരം കഴിച്ചതിന് ശേഷമുള്ളത് ഇപ്പോഴും കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ HbA1c നല്ല കൺട്രോളിലും ഉണ്ട്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ഈ സമയത്ത് കൂടാൻ ഒരു കാരണം നമ്മളിപ്പം എന്തെങ്കിലും ഈ ശ്വാസം മുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ എന്തെങ്കിലും സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്ന് എന്തെങ്കിലും ഒരു ഷോർട്ട് ടേമിൽ എന്തായാലും എടുത്തിട്ടുണ്ടാകും. അതായിരിക്കും ഒരു കാരണം. എന്നാലും ഇപ്പോൾ HbA1c കുറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്ലൈമിപ്രൈഡിൻ്റെ ഒന്നുകിൽ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഷുഗർ ഇത്രയും താഴ്ത്താത്ത ഒരു മരുന്നിലോട്ട് മാറ്റുകയോ ചെയ്യാവുന്നതാണ്. ശരി, വ്യക്തമായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ സമയപരിമിതി മൂലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പ്രായമായവരിലെ പ്രമേഹവും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്തത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ റിയാസ് RS ആണ്. വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.